3 ലക്ഷം രൂപ ഞാൻ ചോദിച്ചെന്നും 2 ലക്ഷം എനിക്ക് തന്നിട്ടുണ്ടെന്നും 1 ലക്ഷം തരാത്തതിൻ്റെ പ്രയാസമാണ് അദ്ദേഹം ഈ കാണിക്കുന്നത് എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തെയും CPM-ൻ്റെ കൗൺസിലർ മൻസൂറിനെയും വെല്ലുവിളിക്കുകയാണ്. മൻസൂർ ഇന്നലെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സഖാവ് മൻസൂർ കൗൺസിലറാണ്. അദ്ദേഹത്തെയും ഈ പറഞ്ഞ വ്യക്തിയെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. എവിടെ വെച്ച് വാങ്ങി, എത്ര വാങ്ങി, അതിൻ്റെ എന്തെങ്കിലും തെളിവുകൾ, രേഖകൾ അത് തെളിയിപ്പിക്കുന്ന പക്ഷം ഞാൻ ഈ പൊതുരംഗത്തേക്ക് നിന്ന് എന്നേക്കുമായിട്ട് വിട്ടു നിൽക്കാൻ തയ്യാറാണ്. നമ്മുടെ നഗരസഭാ കൗൺസിലിൽ ഇന്നലെ പ്രതിപക്ഷ കൗൺസിലർമാർ ഇന്നലെ അനാവശ്യ ചർച്ച കൊണ്ടുകയും വെറുതെ വിവാദങ്ങൾ ദൃശ്യ വാർത്താ മാധ്യമങ്ങളിൽ വരുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു സർക്കസ് കളി ഇന്നലെ അവിടെ നടക്കുകയുണ്ടായി. 30 കൊല്ലം ഭരിച്ചത് CPM-ൻ്റെ ഭരണസമിതിയാണ്. ആ 30 കൊല്ലം പെരിന്തൽമണ്ണ നഗരസഭയിലെ കെട്ടുമുടിച്ച് ഏകദേശം ഇന്ന് 80 കോടി കടത്തിലാക്കിയ ഒരു നഗരസഭയെ ആക്കി അടിസ്ഥാന സൗകര്യങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാതെ ജനങ്ങൾ അവരെ പിഴുതെറിഞ്ഞതിൻ്റെ ഒരു പ്രയാസവും സാമ്പത്തിക ലാഭം ഇപ്പോൾ കിട്ടുന്നില്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇന്നലത്തെ പ്രതിഷേധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അതോടൊപ്പം തന്നെ ഈ മിനിഞ്ഞാന്ന് ഉണ്ടായ സംഭവം ഞാൻ ഇതിൻ്റെ മുമ്പൊരു ക്യാമറയ്ക്ക് അഭിമുഖം കൊടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. എനിക്കെതിരിൽ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആ വ്യക്തി. എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാം. എൻ്റെ 45 കൊല്ലത്തെ പൊതു പ്രവർത്തന രംഗത്ത് അത് തുറന്ന പുസ്തകമാണ്, ആർക്കും പരിശോധിക്കാം. ഈ 45 കൊല്ലത്തിൻ്റെ ഇടയിൽ 4 ടേം കൗൺസിലറായിട്ടുണ്ട്, 2 ടേം പെരിന്തൽമണ്ണ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട്. ഒട്ടനവധി സാമൂഹ്യ സേവന രാഷ്ട്രീയ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. എൻ്റെ പ്രവർത്തനം സുതാര്യമാണ്, സത്യസന്ധമാണ്. എനിക്ക് ആരെ മുന്നിലും അത് പറയാൻ കഴിയും. എന്നെ എൻ്റെ പിതാവ് പഠിപ്പിച്ചിട്ടുള്ളതും അതാണ്. ഞാൻ എല്ലാവരോടും പറയുന്നത് പോലെ എനിക്ക് പിതാവ് എന്ന് പറയാൻ ഒറ്റ ആളുള്ളൂ, അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പച്ചേരി കുഞ്ഞുമേദീൻ എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആ 2 പിതാവിനുള്ള പണി ഞാൻ ഇന്നേ വരെ എടുത്തിട്ടില്ല. എൻ്റെ വാപ്പ പഠിപ്പിച്ച് തന്നത് മാത്രമാണ് ഞാൻ അന്നും തുടർന്നു പോകുന്നത്. ഈ സമയം വരെ 45 കൊല്ലത്തെ എൻ്റെ പൊതുരംഗത്തെ പ്രവർത്തനത്തിൽ ഈ പെരിന്തൽമണ്ണയിൽ നിന്ന് ഞാൻ ഒട്ടനവധി പ്രവർത്തനങ്ങളിൽ ഒട്ടനവധി ആളുകളുടെ വിഷയങ്ങളിൽ ഇടപെട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളാണ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സത്യസന്ധമായി സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ പ്രദേശത്ത് 15 വീടുകൾ നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത ഒരാളാണ്. പ്രത്യേകിച്ച് ഈ കാതലി ക്ലബ്ബ് 25 കൊല്ലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഒട്ടനവധി പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ജനങ്ങളിൽ ഇന്നെ അർപ്പിച്ച വിശ്വാസമാണ്. എനിക്കെതിരിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം. 3 ലക്ഷം രൂപ ഞാൻ ചോദിച്ചെന്നും 2 ലക്ഷം എനിക്ക് തന്നിട്ടുണ്ടെന്നും 1 ലക്ഷം തരാത്തതിൻ്റെ പ്രയാസമാണ് അദ്ദേഹം ഈ കാണിക്കുന്നത് എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തെയും CPM-ൻ്റെ കൗൺസിലർ മൻസൂറിനെയും വെല്ലുവിളിക്കുകയാണ്. മൻസൂർ ഇന്നലെ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. സഖാവ് മൻസൂർ കൗൺസിലറാണ്. അദ്ദേഹത്തെയും ഈ പറഞ്ഞ വ്യക്തിയെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. എവിടെ വെച്ച് വാങ്ങി, എത്ര വാങ്ങി, അതിൻ്റെ എന്തെങ്കിലും തെളിവുകൾ, രേഖകൾ അത് തെളിയിപ്പിക്കുന്ന പക്ഷം ഞാൻ ഈ പൊതുരംഗത്തേക്ക് നിന്ന് എന്നേക്കുമായിട്ട് വിട്ടു നിൽക്കാൻ തയ്യാറാണ്. അതല്ല തെളിയിപ്പിക്കാത്ത പക്ഷം ഈ പറഞ്ഞ മൻസൂർ കൗൺസിലർ അടക്കം ആ കൗൺസിലർ സ്ഥാനം രാജിവെച്ച് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു. 4 മാസം മുമ്പ് വലിയ ഒരു കാറ്റും മഴയും അടിച്ച് എൻ്റെ സഹോദരൻ്റെ ഈ കെട്ടിടത്തിന് സമീപം ചാരി കൊണ്ട് എൻ്റെ സഹോദരൻ്റെ ഒരു മില്ലാണ്, എൻ്റെ എളാപ്പാൻ്റെ മകൻ്റെ ഒരു മില്ലാണ്. ആ മില്ലിൻ്റെ മുകളിലേക്ക് സാധനങ്ങൾ വീണ് ഓട് നശിപ്പിച്ച് ആൾ എന്നെ വിളിച്ചത്, എൻ്റെ സഹോദരൻ എന്നെ വിളിച്ച് ചെന്നപ്പോഴാണ് ഈ കാഴ്ച നമ്മൾ കാണുന്നത്. ആ സമയത്ത് എൻ്റെ ഭാര്യ ചെയർപേഴ്സൺ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയർപേഴ്സൺ വന്ന ഒരു ഇത് കണ്ടപ്പോൾ ആ പ്രദേശവാസികൾ ചെയർപേഴ്സണെ നേരിട്ട് വന്ന് കണ്ട് ഈ പരാതി ഉന്നയിക്കുകയാണ്. ആ പരാതിയിൽ അന്ന് ആ പ്രദേശവാസികൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ നിരന്തരം നഗരസഭയിൽ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നതിൽ നഗരസഭയുടെ വാർഡ് കൗൺസിലറായ മൻസൂറും
അന്നത്തെ ചെയർമാൻ അടക്കം ഞങ്ങളെ സഹായിച്ചിട്ടില്ല. ഈ പിന്നെ സാമ്പത്തികമായി പിന്നെ വലിയ സ്വാധീനമുള്ള ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പിന്നെ സ്വാധീനം കൊണ്ട് വാർഡ് കൗൺസിലറും ചെയർമാനും ഈ മുതലാളിക്ക് സഹായിക്കുന്ന നിലപാടാണ് എടുത്തത് എന്ന് പറയുന്നത് ഞാനല്ല. ആ പ്രദേശത്ത് താമസിക്കുന്ന ഈ കെട്ടിടത്തിന് സമീപത്ത് താമസിക്കുന്ന ആളുകളാണ്. അവരോട് ചോദിക്കണം. ആ പ്രദേശത്തെ പിന്നെ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളെ പോയി പിന്നെ മൊഴിയെടുക്കട്ടെ. അത് സെക്രട്ടറിയും ഈ പ്രതിപക്ഷ കൗൺസിലർമാർ, ഈ സമരം ചെയ്യുന്ന പ്രതിപക്ഷ കൗൺസിലർമാർ ആ പ്രദേശവാസികളോട് ചെന്നുകാണ്ട് പരിശോധിക്കട്ടെ, ഇതിലാരാണ് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് CPM-ൻ്റെ കൗൺസിലറാണ് എന്നുള്ളത് പ്രദേശവാസികൾ പറയും. അപ്പോൾ ബോധ്യപ്പെടും CPM-ൻ്റെ ഈ പൊള്ളത്തരവും ഈ കള്ള സമരങ്ങളൊക്കെ അപ്പോൾ ബോധ്യപ്പെടും. അത് പിന്നെ ജനങ്ങൾ അറിയുകയും ചെയ്യും. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഈ പൊതു രാഷ്ട്രീയ രംഗത്ത് ഞാനൊരു വലിയ സ്ഥാപനം നടത്തിയിരുന്ന 3 സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട് വിറ്റ് ഒരു അനുഭവമാണ് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എൻ്റെ നാട്ടുകാർക്ക് കൃത്യമായിട്ട് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അറിയാം. അപ്പം അതുകൊണ്ട് ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എനിക്കെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അത് തെളിയിക്കണം. ഇന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. അത് പിന്നെ ഈ 3 ലക്ഷം രൂപ സാമ്പത്തിക പിന്നെ ആവശ്യപ്പെട്ടു എന്നും 2 ലക്ഷം എനിക്ക് തന്നിട്ടുണ്ട് എന്നും പിന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്, വാർത്താ ചാനലിൽ അഭിമുഖം കൊടുത്തതിൽ പറയുന്നുണ്ട്. അത് തെളിവാണ്. ആ തെളിവ് വെച്ചങ്ങാണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അന്വേഷണം നടക്കട്ടെ. ഒപ്പം തന്നെ ഇവരും തെളിയിപ്പിക്കട്ടെ. അവർക്ക് ബാധ്യത ഉണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് തെളിയിപ്പിക്കാനുള്ള ബാധ്യത ഉണ്ട്. ഈ ജനങ്ങൾ, ഈ പൊതുസമൂഹം ഇത് കാണുന്ന ആളുകൾ വിഡ്ഢികളല്ല. ഒരു 2 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനെന്താ ചെയ്യുക? അതിന് സഹായം ചെയ്തു കൊടുക്കല്ലേ വേണ്ടത്. എൻ്റെ ഭാര്യയാണ് നഗരസഭാ ചെയർപേഴ്സൺ. അതിനാവശ്യമായ സഹായം ചെയ്തു കൊടുക്കുകയാണ് ഞാൻ വേണ്ടത്. ഞാനതിന് ഇന്ന് ഈ സമയം വരെ ഒരു സഹായം ഞാൻ അതിന് ചെയ്തു. എത്ര ആളുകളെ CPM-ൻ്റെ ആളുകൾ എൻ്റെ അടുത്ത് പിന്നെ കോംപ്രമൈസിന് വിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ അതിന് കോംപ്രമൈസിന് വിട്ടിട്ടുണ്ട്. ഞാനതിന് വഴങ്ങിയിട്ടില്ല. ഈ സമയം വരെ വഴങ്ങിയിട്ടില്ല. എന്തുകൊണ്ട്? ആ പൊതുസമൂഹം, അവിടെ താമസിക്കുന്ന ആളുകളുടെ പരാതിയാണ്. അത് നഗരസഭയിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളുടെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതൊരു കോംപ്രമൈസിനും വഴങ്ങാതെ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ അതേ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഒരുപാട് അനധികൃതമായ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ തോട് കയ്യേറ്റങ്ങൾ, അങ്ങനെ ഒട്ടനവധി അനധികൃത പിന്നെ പരിപാടികൾ, അതേപോലെ തന്നെ ഇവിടെ വ്യാപാരികളുണ്ട്. നമ്മൾ അതൊന്നും മറച്ചേക്കുന്നില്ല. വ്യാപാരികളൊക്കെ അവരുടെ സ്ഥാപനം പുറത്തേക്ക് ഇറക്കി വെച്ചുകൊണ്ടുള്ള കയ്യേറ്റങ്ങൾ, മാർക്കറ്റിലുള്ള കയ്യേറ്റങ്ങൾ, ഇതൊക്കെ തന്നെ പെരിന്തൽമണ്ണ നഗരസഭ ഭരണസമിതി അത് പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ ഭാഗത്തുനിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഇതുപോലുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ ഈ വ്യാപാരികളുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനത്തെ വിഷയങ്ങളൊക്കെ തന്നെ പിന്നെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് വീണ്ടും എനിക്ക് നഗരസഭാ ഭരണസമിതിയോട് ആവശ്യപ്പെടാനുള്ളത്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഈ ആരോപണം ഉന്നയിച്ച മൻസൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ആരോപണം തെളിയിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. അവർ തെളിയിപ്പിക്കാത്ത പക്ഷം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ തെളിയിപ്പിക്കുന്ന പക്ഷം ഞാൻ രാജിവെക്കാൻ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ്. അവർ തെളിയിപ്പിക്കാത്ത ഒരു പക്ഷം സമയം വരികയാണെങ്കിൽ അവർ കൗൺസിലർ സ്ഥാനം രാജിവെച്ചുങ്ങാണ്ട് ഈ പിന്നെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. വിവാഹാഭരണത്തെ കുറിച്ച് ടെൻഷൻ വേണ്ട. സഫ ഗോൾഡ് ഡയമണ്ട്സിൽ വെറും 5% മുതൽ അഡ്വാൻസ് നൽകി നിങ്ങളുടെ വിവാഹാഭരണങ്ങൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ 1 പവന് 800 രൂപയും, സ്വർണ്ണാഭരണങ്ങൾ മാറ്റി ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ 1 പവന് 1600 രൂപയും അധികം നേടാം. കൂടാതെ സ്വർണ്ണാഭരണങ്ങൾക്ക് സൗജന്യ ജ്വല്ലറി ഇൻഷുറൻസും. സഫ ഗോൾഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. കാരണം ഓരോ വധുവിന്റെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.